കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമ്പിൾ സൈസ്, സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈ രണ്ട് കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഒരു കൺട്രോൾ ചാർട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ കുറേ സാമ്പിൾസ് എടുത്തിട്ടാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ വെർട്ടിക്കൽ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത്. എക്സ് ആക്സിസിൽ, ഹൊറിസോണ്ടൽ ആക്സിസിൽ സാമ്പിൾ നമ്പറും വെർട്ടിക്കൽ ആക്സിസിൽ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ആണ് നമ്മൾ കൺട്രോൾ ചാർട്ടിൽ പ്ലോട്ട് ചെയ്യുന്നത്. എന്നിട്ട് അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും സെൻട്രൽ ലൈനും ഒക്കെ വരച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സാമ്പിൾ എടുക്കുമ്പോൾ ഈ എത്ര സാമ്പിൾ എടുക്കണം എന്നുള്ളത്, അതുപോലെ ഒരു സാമ്പിളിൻ്റെ സൈസ് എത്രയായിരിക്കണം, അതുപോലെ തന്നെ ഓരോ സാമ്പിളും എടുക്കുന്നതിൻ്റെ ഇൻ്റർവെൽ എത്ര മാത്രം ഫ്രീക്വൻ്റ് ആയിട്ട് സാമ്പിൾ എടുക്കണം, ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. സാമ്പിൾ സൈസും അതുപോലെ സാമ്പിളിംഗ് ഫ്രീക്വൻസിയും. ഒരുപക്ഷേ നമ്മൾ ചെറിയ ഒരു സാമ്പിൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വലിയ സാമ്പിൾ ഒരു ലോങ് ഇൻ്റർവെൽ എടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 5 യൂണിറ്റുള്ള ഒരു സാമ്പിൾ നമ്മൾ അരമണിക്കൂർ ഇടവിട്ട് എടുക്കും, അല്ലെങ്കിൽ 10 യൂണിറ്റുള്ള ഒരു സാമ്പിൾ 1 മണിക്കൂർ ഇടവിട്ട് എടുക്കും. അങ്ങനെ പല രീതിയിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലാർജർ വി വിൽ ഇൻ ജനറൽ യൂസ് ലാർജർ സാമ്പിൾസ് will make it easier to detect small shifts in the process. ഷിഫ്റ്റ് സ്മോൾ ആണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഏത് ക്യാരക്ടറിസ്റ്റിക് ആണോ മെഷർ ചെയ്യുന്നത്, അതായത് ഏത് ക്യാരക്ടറിസ്റ്റിക് ആണോ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രോസസ് മീനാണെന്ന് വിചാരിക്കാം. അപ്പോൾ പ്രോസസ് മീന് വലിയ ഷിഫ്റ്റുകൾ നമ്മൾ പ്രോസസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ സാമ്പിൾസാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, സോ ഇൻ ജനറൽ ലാർജർ സാമ്പിൾസ് വിൽ മേക്ക് ഇറ്റ് ഈസിയർ ടു ഡിറ്റക്ട് സ്മോൾ shifts in the process. When choosing the sample size, we must keep in mind the size of the shift that we are trying to detect. If the process shift is relatively large, then we use smaller sample sizes than those that would be employed if the shift of interest was relatively small. Small shifts ആണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ലാർജ് സാമ്പിൾസ് ഉപയോഗിച്ചാൽ മതി. എന്നാൽ ലാർജ് ഷിഫ്റ്റാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് സ്മോൾ സാമ്പിൾസ് ഉപയോഗിച്ചാൽ മതി. അതാണ് ഒരു ജനറൽ തിയറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സാമ്പിളിംഗ് ഫ്രീക്വൻസി, ദ മോസ്റ്റ് ഡിസൈറബിൾ സിറ്റുവേഷൻ ഫ്രം ദി പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ഡിറ്റക്റ്റിംഗ് ഷിഫ്റ്റ്സ് വുഡ് ബി ടു ടേക്ക് ലാർജ് സാമ്പിൾസ് വെരി ഫ്രീക്വൻറ്റ്ലി. ഓക്കെ, ഇടവിട്ട് വലിയ സാമ്പിൾ എടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ അന്നേരമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് എക്കണോമിക്കലി ഫീസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഒരുപാട് സാമ്പിൾ സെലക്ഷൻ നടത്തുകയും, സാമ്പിൾ സെലക്ഷൻ നടത്തിയാൽ മാത്രം പോരല്ലോ, സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ മെഷർ ചെയ്യണം, അതിനെ അനലൈസ് ചെയ്യണം. അത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് കോസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് യൂഷ്വലി വി വിൽ ഹാവ് എ ട്രേഡ് ഓഫ്. ദാറ്റ് ഈസ് ഐദർ വി ടേക്ക് സ്മോൾ സാമ്പിൾസ് അറ്റ് ഷോർട്ട് ഇൻ്റർവെൽസ്. See, you have to emphasize, take small samples at short intervals or larger samples at long intervals. ഇതാണ് നമ്മൾ ഒന്നുകിൽ നമ്മൾ ചെറിയ സാമ്പിൾസ് ഷോർട്ട് ഇൻ്റർവെൽസിൽ എടുക്കുന്നു, അല്ലെങ്കിൽ വലിയ സാമ്പിൾസിൽ ലോങ് ഇൻ്റർവെൽ എടുക്കുന്നു. കറണ്ട് പ്രാക്ടീസ് എന്ന് പറയുന്നത് സ്മോൾ ബട്ട് മോർ ഫ്രീക്വൻറ്റ് സാമ്പിൾസ്, അതാണ്. ഇത് മിക്കവാറും സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ഒരു 3 യൂണിറ്റ് അല്ലെങ്കിൽ 4 യൂണിറ്റ് അല്ലെങ്കിൽ 5 യൂണിറ്റ് ഒക്കെയാണ് സാധാരണ നമ്മൾ കൺട്രോൾ ചാർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഓരോ കൺട്രോൾ ചാർട്ടും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് അത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. പിന്നെ ഈ കൺട്രോൾ ചാർട്ടിൻ്റെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സാണ് ആവറേജ് റൺ ലെങ്ത് ARL, അതുപോലെ തന്നെ ആവറേജ് ടൈം ടു സിഗ്നൽ ATS. ഈ 2 പാരാമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആവറേജ് റൺ ലെങ്ത് എന്ന് പറയുമ്പോൾ, വാട്ട് ഈസ് റൺ ലെങ്ത്? റൺ ലെങ്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്ലോട്ട്സ് റിക്വയർഡ് ടു
detect an out of control situation. അതായത് number of sample points or number of plots required to identify a point or a sample comes out of the control limits. അപ്പോൾ നമ്മൾ കൺട്രോൾ ചാർട്ട് തുടങ്ങുകയാണ്. കൺട്രോൾ ചാർട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യത്തെ പോയിൻ്റ് തന്നെ ഒരു പക്ഷേ ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റൺ ലെങ്ത് എന്ന് പറയുന്നത് 1 ആണ്. റൺ ലെങ്ത് ഈസ് ഈക്വൽ ടു 1. ഇനി ആദ്യത്തെ പോയിൻ്റ് ഇൻ കൺട്രോളിലും എന്നാൽ രണ്ടാമത്തെ പോയിൻ്റ് ഔട്ട് ഓഫ് കൺട്രോളിലാവുക. അങ്ങനെ ആകുമ്പോൾ റൺ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. റൺ ലെങ്ത് ഈസ് ഈക്വൽ ടു 2. ഇനി ആദ്യത്തതും രണ്ടാമത്തതും ഇൻ കൺട്രോൾ, പക്ഷേ മൂന്നാമത്തത് ഔട്ട് ഓഫ് കൺട്രോൾ. അങ്ങനെയാണെങ്കിൽ റൺ ലെങ്ത് 3. ഓക്കെ, അപ്പോൾ റൺ ലെങ്ത് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിളാണ്. ദാറ്റ് will take the value either 1 or 2 or 3 etc. up to infinity. Theoretically it can take up to infinity. ഇതാണ് റൺ ലെങ്ത്. അപ്പോൾ അതിൻ്റെ ആവറേജ് റൺ ലെങ്ത് എന്ന് പറയുമ്പോൾ ആ റൺ ലെങ്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടാൽ മതിയല്ലോ. യു ക്യാൻ കമ്പ്യൂട്ട് ദിസ് ആവറേജ് റൺ ലെങ്ത് ആസ് 1/p. ഇതിൻ്റെ കമ്പ്യൂട്ടേഷന് ന്യായീകരിക്കുന്ന ഒരു പ്രൂഫ് ഞാനിവിടെ ഈ ഫുട് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫുട് നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ റൺ ലെങ്ത് എന്ന് പറയുന്നത് ഐ ഹാവ് ടോൾഡ് യു ഇറ്റ് ടേക്സ് വാല്യൂ 1, 2, 3 etc. അപ്പോൾ അതൊരു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇവിടെ പ്രോബബിലിറ്റി ദാറ്റ് റൺ ലെങ്ത് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത്, റൺ ലെങ്ത് എക്സ് ആവണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? x-1 പോയിൻറ്റ്സ് ഇൻ കൺട്രോളിലാവുകയും, അതായത് അതിൻ്റെ പ്രോബിലിറ്റി q⁻(x-1) ആണ്. പിന്നെ അടുത്ത പോയിൻ്റ്, അതായത് എക്സ്ത് പോയിൻ്റ് ഔട്ട് ഓഫ് കൺട്രോൾ ആവുകയും ചെയ്യാം. സോ q⁻(x-1) ഇൻറ്റു p. അപ്പോൾ ഇതൊരു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, ഈ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. പ്രോബബിലിറ്റി ദാറ്റ് RL ഈസ് ഈക്വൽ ടു x ഈക്വൽ ടു q⁻(x-1) ഇൻറ്റു p. അപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ യു വിൽ സീ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/p. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ കമ്പ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. എക്സ്പെക്റ്റേഷൻ ഈസ് ഈക്വൽ ടു σ/x ഈക്വൽ ടു 1 to infinity x ഇൻറ്റു q⁻(x-1) ഇൻറ്റു p. അപ്പോൾ അതൊരു സീരീസ്, ജോമെട്രിക് സീരീസാണ്. ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു 1 - p. അങ്ങനെയാണ് ഈ കമ്പ്യൂട്ടേഷൻ നമ്മൾ നടത്തുന്നത്. ഓക്കെ, ആവറേജ് റൺ ലെങ്ത്, that is expected run length is equal to 1/p, where p, what is p? P is the probability that any point exceeds the control limits. Control limits exceed ചെയ്യുമ്പോഴാണല്ലോ ഒരു പോയിൻ്റ് ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, ആൻഡ് ദിസ് ഇക്വേഷൻ, that is average run length is equal to 1/p, can be used to evaluate the performance of a control chart. Okay, you take an example. To illustrate this example, for a general chart with charting statistic t, assuming normality with 3 sigma limits, p is equal to 0.0027. ഞാൻ നേരത്തെ അത് കാണിച്ചു തന്നു. പ്രോബബിലിറ്റി ദാറ്റ് എ പോയിൻ്റ് comes out of control when the process is really in control. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണത്. അത് 0.0027 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവറേജ് റൺ ലെങ്ത്ത് എന്തായിരിക്കും? ARL ഈക്വൽ ടു 1/p, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 0.0027, ദാറ്റ് ഈസ് ഈക്വൽ ടു 370. ഇത് ARL നോട്ട് എന്ന് കൊടുക്കാൻ കാരണം ആ നോട്ട് സ്റ്റാൻഡ്സ് ഫോർ ദ പ്രോസസ് ഈസ് ഇൻ കൺട്രോൾ. ഓക്കെ, ഈ പ്രോസസ്സ് ഇൻ കൺട്രോൾ ആകുമ്പോഴാണ് p എന്ന് പറയുന്നത് 0.0027 ആവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്തു. സോ ആവറേജ് റൺ ലെങ്ത് ഈസ് ഈക്വൽ ടു 370 വെൻ ദ പ്രോസസ് ഈസ് ഇൻ കൺട്രോൾ. അതായത് പ്രോസസ്സ് കൺട്രോളിലാണെങ്കിൽ പോലും an out of control signal will be generated every 370 samples on the average. അതാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് റൺ ലെങ്ത് ആണല്ലോ നമ്മൾ കാണുന്നത്. ARL നോട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 370 മീൻസ് even if the process is in control, an out of control signal will be generated every 370 samples
ഓൺ ദി ആവറേജ്. ഇത് പ്രോസസ്സ് കൺട്രോളിലാണെങ്കിൽ പോലും ഓരോ 370 സാമ്പിളും എന്തിനെ കാണിക്കും? ഒരു ഔട്ട് ഓഫ് കൺട്രോൾ സിഗ്നലിനെ കാണിക്കും. അതൊരു ഫാൾസ് അലാറാണ്. യഥാർത്ഥത്തിൽ പ്രോസസ്സ് കൺട്രോൾ ആണെങ്കിൽ പോലും ഔട്ട് ഓഫ് കൺട്രോൾ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് അലാം, ബട്ട് ഇറ്റ് ഈസ് എ ഫാൾസ് അലാം. ഓക്കെ, അപ്പോൾ ഒരു ഫാൾസ് അലാം ആണ് നമുക്ക് 370 സാമ്പിൾസിൽ ഒരിക്കൽ കണ്ടെത്താൻ പറ്റുന്നത്. ഓക്കെ, ഇനി ആവറേജ് ടൈം ടു സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ടൈം ടു സിഗ്നൽ മീൻസ് ടൈം ടു ഫാൾസ് സിഗ്നൽ, ഫാൾസ് അലാം. അത് അങ്ങനെ വരാനുള്ള ആവറേജ് ടൈം എന്ന് പറയുന്നത് ആവറേജ് ടൈം ടു എ സിഗ്നൽ ഈസ് ഈക്വൽ ടു ആവറേജ് റൺ ലെങ്ത് ഇൻറ്റു എച്ച്, വേർ എച്ച് ഈസ് ദ ടൈം ഇൻ്റർവെൽ. ഓക്കെ, ഇവിടെ 1 മണിക്കൂറാണ് നമ്മൾ ഇൻ്റർവെലായിട്ട് എടുക്കുന്നതെങ്കിൽ ആവറേജ് ടൈം ടു സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ARL ഇൻറ്റു എച്ച്, ദാറ്റ് ഈസ് ARL ഇൻറ്റു 1 hour. Okay, that is 370. Again 370. That means in previous example, if we are sampling every hour, every 1 hour, then this expression indicates that a false alarm about every 370 hours on the average. ഇനി ഈ എച്ച് എന്ന് പറയുന്നത് ഹാഫ് ആൻ അവർ ആണെങ്കിലോ, ഹാഫ് ആൻ അവർ ആണെങ്കിൽ 370 പകരം അതിൻ്റെ പകുതിയായിരിക്കും. അതായത് 150 106 ഓക്കെ 185 ഓക്കെ 185 ഹവേഴ്സ് വേണ്ടി വരും ഓൺ ദി ആവറേജ് ഒരു ഫാൾസ് അലാമിന്. ഓക്കെ, അപ്പോൾ ഈ 2 പാരാമീറ്റേഴ്സ് ഒരു കൺട്രോൾ ചാർട്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട പെർഫോമൻസ് മെഷേഴ്സാണ്. ഒന്ന് ആവറേജ് റൺ ലെങ്തും അതുപോലെ ആവറേജ് ടൈം ടു സിഗ്നലും. ഓക്കെ, now we stop, and in the next video we will discuss what is meant by a rational subgroup. Thank you.